പ്രിയതമേ, നമ്മുടെ അന്തപുരത്തിൽ ഇവിടെ ആരുമില്ലേ? നമ്മുടെ തോഴി എവിടെ? തോഴിയായ രമണി തൊഴിലുറപ്പിന് പോയിരിക്കുക. അവളെ ഇനി കേറ്റത്തില്ലെന്ന് നിന്ന് പോയില്ലെങ്കിൽ. ശരി. അപ്പൊ നമ്മുടെ ബടൻ എവിടെ? ബടന് ലീവ് കിട്ടിയില്ല. അപ്പൊ ഈ അന്തപുരത്തിൽ പ്രാണദാനനും പ്രിയതമയും മാത്രമേ ഉള്ളല്ലേ? അതെ. അയ്യോ, അടുപ്പില് അരിക്കട്ടിക്കുക. ഇന്ന് ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പ്രാണനാഥൻ പട്ടിണിയാവും. എന്നാ പോ, അതെങ്കിലും നടക്കടി. ചെല്ലു പോ. എന്റെ ദൈവമേ, അങ്ങനെ 2024 കഴിഞ്ഞു, പുതിയ വർഷം വന്നു 2025. ഈ വർഷമെങ്കിലും എന്റെ പ്രോഗ്രാമും മറ്റു ബുക്കിങ്ങാണ് നല്ലോണം നടക്കണേ. 6 മാസത്തെ വാടക കൊടുക്കാത്തോണ്ട് ഉള്ളായിരുന്നു ആ ഫീസും മുട്ടി ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക. അതുകൊണ്ട് ആ കടങ്ങളൊക്കെ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റണേ. പിന്നെ മറ്റന്നാളൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ്യൂം റിഹേഴ്സൽ ചെയ്യുന്നു. ഒരുത്തരം വിളിച്ചാൽ വരത്തില്ല. ആ പരിപാടി ഞങ്ങൾക്ക് നല്ലോണം കളിക്കാൻ പറ്റണേ. ഷോ, അവിടെ നിന്നപ്പോ അവളോട് ചായ അങ്ങ് ചോദിക്കായിരുന്നു. ഈ ഇപ്പൊ ഒന്നുകൂടെ അങ്ങ് വിളിച്ചേക്കാം. എടി അംബികേ, ഇങ്ങനെ വിളിച്ച അവള് വരത്തില്ല. വലിയ നടിയാ അമ്പഴവയിൽ അംബിക. അവളെ വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട കലസികള്, അടുത്ത ബില്ലോട് കൂടി ഞങ്ങളുടെ ബാലി ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ഒച്ചന്തരുത്ത് പൈത്രനും അമ്പഴവയിൽ അംബികയും മെയിൻ കഥാപാത്രം എത്തുന്ന ഞങ്ങളുടെ ബാലി ആരംഭിക്കുന്നു. ഞങ്ങളുടെ ഈ ബാലിയുടെ പേര് അംബിക. എനിക്കൊരു ചായ. ചക്കരിയാക്കണോ? 100 കൂട്ടം മണിയകത്തുള്ളതാ. 100 കൂട്ടം കറി അകത്തോട്ട് ചെന്ന് കയറുമ്പത്തേക്ക് 1 കൂട്ടാനേ ഉള്ളു. ബാക്കി കൂട്ടാൻ അവിടെ നീ വാഷ് ബേസിന് കളഞ്ഞ അവക്ക് 100 കൂട്ടം പണി. എടി, നിനക്കവിടെ 100 കൂട്ടം പണിയായിരിക്കും. മറ്റന്നാൾ ആ പ്രോഗ്രാമിന് കോസ്റ്റ്യൂം റിഹേഴ്സൽ ചെയ്യുന്നു. അവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുവാടി? രാജാവായിട്ട് അഭിനയിക്കുന്ന രാജൻ വിളിച്ചായിരുന്നു. എന്നിട്ടാ തിരുമനസ് എന്ത് പറഞ്ഞു? കോസ്റ്റ്യൂം നനക്കേട്ടിക്കുവാന്ന്. പറച്ചില് കേട്ടാൻ തോന്നുന്നു അവന് എല്ലാ ദിവസവും അങ്ങ് പ്രോഗ്രാമാന്ന്. കഴിഞ്ഞ വർഷം ഒരു പരിപാടി കളിച്ച് അന്നങ്ങാണ്ടെടുത്ത് വെച്ചതാ. ഇന്ന് കോസ്റ്റ്യൂം റിഹേഴ്സൽ ആയിട്ട് ഡയലോഗ് പറയണമെന്ന് മടി പിടിച്ച് കഴുകിയിട്ടായിരിക്കും. ഈ മാസം എന്തുമാത്രം ചെലവാണെന്നറിയോ? കല്യാണം, പാല് കാച്ചി, നൂലുകെട്ട്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാർ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക്. അംബികേ, അപ്പൊ നിനക്ക് ഇപ്പോഴേ വെള്ളവസ്ത്രത്തിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചേ. എടി, കഴിഞ്ഞ വർഷം പരിപാടി അന്ന് ആരെങ്കിലും നമുക്ക് ഈ വർഷം വന്ന് പരിപാടി തരുവോടി? ഇപ്പൊ ആരെങ്കിലും അഥവാ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വാൻസ് ഒന്ന് എഗ്രിമെന്റിൽ ഒപ്പിടുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതെന്തിന്? അതായത് നമ്മളല്ലേ പരിപാടി കൊടുക്കുന്നേ. അപ്പൊ പരിപാടി കഴിയുമ്പോ അവര് നമ്മളെ അന്വേഷിക്കും, നമ്മളെ ഫോൺ വിളിക്കും. കിട്ടാതെ വരുമ്പോ വീട്ടുകാരെ അന്വേഷിച്ച് സമാധാനപ്പെടും. അങ്ങനെ എത്ര കമ്മിറ്റിക്കാരന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോന്ന് അറിയാവോ? അച്ഛനെ അന്വേഷിച്ചിട്ടുണ്ടോന്ന് അറിയാവോ? നീ അച്ഛനോടൊരു കാര്യം പറയണം. നാളെ രാത്രി 8 മണിക്ക് കഴിക്കാനുള്ള പുള്ളി ഇച്ചിരി നേരത്തെ കഴിച്ചോളാം. അതെന്തിന്? കാരണം നമ്മൾ 6 മണിക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോ 8 മണിയാവും. അന്നേരം കമ്മറ്റിക്കാർ അച്ഛനെ അന്വേഷിക്കും. അച്ഛൻ തുമ്മും, പുളിക മണ്ടേ കയറും. വെറുതെ എന്തിനാ ഹോസ്പിറ്റൽ ബില്ലൊക്കെ വാങ്ങി അങ്ങനെ അങ്ങ് പറഞ്ഞതാ. ഇന്ന് ബാങ്കുകാര് വരുന്ന ദിവസം ഈ മാസത്തെ പൈസ അടച്ചിട്ടില്ല. ഓ, നീ ഇങ്ങനെ കടം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. എടുക്കുമ്പോ ഒരു ഭ്രാന്ത് വലിയായിരുന്നല്ലോ. എടുക്കുമ്പോ ഭ്രാന്തില്ല, അടയ്ക്കുമ്പോ ഭ്രാന്തുണ്ട്. നിനക്കല്ല കുഴപ്പമുണ്ടോ? അംബികെ, അതായത് നീ ചെറിയതായിട്ട് നിന്റെ കുടുംബശ്രീ പെണ്ണുങ്ങളില്ലേ, അവരുടെ ആരെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കും. എന്തായാലും നമ്മളെ ഇന്ന് ആരെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരും, എന്നാലും അഡ്വാൻസ് തരും. ആ അഡ്വാൻസ് എടുത്ത് നമുക്ക് കൊടുക്കാന്നേ. അറിയാം, ഇതെല്ലാം എന്റെ തലേ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് 6 മണിക്കുള്ളിൽ തിരിച്ച് പൈസ എടുക്കാന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങളെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ഓ, ഇങ്ങനെ ഒരു പെണ്ണുമ്പളെ കിട്ടിട്ട് എന്റെ ഭാഗ്യം തന്നെ. ഞാൻ എത്ര നാളാണ് നിങ്ങളുടെ അടുത്ത് പറയണ എന്റെ അനിയനെ തിരിച്ച് വിളിക്കണമെന്ന്. അവന്റെ തലേ തൊട്ട് സത്യം ചെയ്തല്ലേ ഇനി ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ചെയ്യൂലെന്ന്. എന്നാ ഈ തല അധിക നാള് കാണൂല. അതെന്ത് മനുഷ്യ? അനിയനല്ലേ തലേ തൊട്ട് സത്യം ചെയ്ത് 3 മിനിറ്റ് കഴിഞ്ഞപ്പോ അവ എന്തെങ്കിലും കുരുക്കൊപ്പിച്ച് കാണും. എടി, ഞാൻ ചത്താലും അവനെ ഈ വീട്ടിൽ കെട്ടിട്ടില്ല. അത് ചേട്ടാ, ഞാൻ ഇവളുടെ ഈ ആങ്ങളെ വീട്ടിൽ കയറാതെ കാരണം എന്താണെന്നറിയണ്ടേ? ഇവളുടെ ആങ്ങള ഞങ്ങളുടെ കൂടെ പ്രോഗ്രാം നിന്ന, അതായത് എനിക്ക് ഓച്ചറാമ്പരിച്ച് ഫസ്റ്റ് ദിവസം ഞങ്ങളുടെ ബാലയായിരുന്നു. എന്നറിയ ഇവളുടെ അനിയൻ ഒന്ന് താമസിച്ച് വന്ന് ഞാൻ ഇവനെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അതും കേട്ടോണ്ട് എങ്ങാണ്ട് പോയി അടിച്ചു വിറ്റാട്ടി സ്റ്റേറിന്റെ ഫ്രണ്ടിൽ വന്നിങ്ങിരുന്നു. നാടകം ബാല കത്തിക്കറിക്കുന്ന സമയം. അന്നേരം ക്ലൈമാക്സ് സീനിലോട്ട് അടുത്ത്. അല്ലെ, ക്ലൈമാക്സ് സീൻ എന്തുവാന്നറിയണ്ടേ? അതായത് ഈ വില്ലൻ നായിക കുത്തി കൊല്ലുന്നതാണ്. ആ സീനെത്തപ്പം ഇവളുടെ അനിയൻ എണ്ണിച്ച് എന്നിട്ട് പറയുവോ, അറിയാ നീ എത്ര വേണമെങ്കിലും കുത്തിക്കോ, ഞാൻ ആ നായകനെ കെട്ടിയിട്ടുണ്ടെന്ന്. അത്
50 അടി പൊങ്ങുന്ന ഹനുമാന്റെ തോളത്ത് കയറ്റി അങ്ങ് ആ ഫ്ലോട്ടിന്റെ എന്നിട്ട് ഒരു ദിവസം മൊത്തം എന്നെ പൊക്കി വെച്ചിരുന്നു. അവസാനം ഇനി മേലെ വീട്ടുകാരെ വെച്ച് ബാലയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ ഇറക്കി വിട്ട്. അറിയാവിടെ നിനക്ക്? ഇവിടെ ആരുമില്ലേ? എൻട്രി ആരാണ്ട് പ്രോഗ്രാം വെക്കാൻ വന്ന്. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു തോന്നുന്നു. ഇംഗ്ലീഷ് അകത്തോട്ട് വരാൻ അങ്ങനെ പറയുന്നത്. May I come in? Coming. Okay. നമസ്കാരം. ഞാൻ ടോമിച്ചൻ. മാതാവില്ല. അയ്യോ, അമ്മയ്ക്ക് ഇന്റർവ്യൂ പറ്റി. അങ്ങനെ ചോദിച്ചേ. മാതാവില്ലെന്ന് പറഞ്ഞു. ഇതുപോലത്തെ സാധനങ്ങൾ പരിപാടിയിൽ അടിക്കുന്നത് കൊണ്ടായിരിക്കാം താങ്കൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്. പിന്നെ ഞാൻ കുറെ കാലം അങ്ങ് ഗൾഫിലായിരുന്നു കേട്ടോ. കടലൊഴിക്കാലും തീരാത്തത്ര പണം എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിനാണ്. എടി അംബികെ, അതുകൊണ്ട് ഏതാണ്ട് പണച്ചാക്കാ നമ്മുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നേക്കുന്നത്. നീ ആണെങ്കിലേ പുള്ളിക്കാരന് വല്ല കഴിക്കാനോ കുടിക്കാനോ വല്ല സ്നാക്സോ വല്ല എടുത്തോണ്ട് കട്ടൻ ചായ ഇന്നലെ ചെറുക്കം കടിച്ച കേക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കാം. നിൽക്കുമ്പോ അതുകൊണ്ട് കളയാൻ പറയുന്ന കണ്ടോ അറിയോമേ. എടി കട്ടൻ ചായ ചെറുക്കം കടിച്ചതിന്റെ ബാക്കി കേക്ക് കഴിക്കാനേ പോകാൻ പറയാൻ പട്ടിയല്ലേ വന്ന് നിൽക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വല്ല ആണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒരു കവർ പാലൂടെ മേടിച്ചും കൊടുക്ക്. അതിന് പൈസ എവിടെ നിന്ന്? പൈസ ലോണാർ കടക്കാൻ പറ്റുന്ന പൈസ ആയിരത്തും കൊടു. അപ്പൊ ഇന്ന് ലോണാര് വരുമ്പോ ഞാൻ എന്തോടുത്ത് കൊടുക്കും? എന്തായാലും പുള്ളിക്കാരൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ലേ വന്നേക്കുന്നത്. അപ്പൊ അഡ്വാൻസ് തരുമ്പോ അഡ്വാൻസ് എടുത്ത് നമുക്ക് കൊടുക്കാം. ശരി, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് പോയി. സാർ 1 മിനിറ്റ്. ഓക്കെ, ശരി ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഇരിക്കണം സാർ. അയ്യോ, ഇരിക്കൂളയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ടോമിച്ചൻ മാതാവില്ല. ഇരിക്കണം സാർ. അല്ല, നമ്മള് പ്രോഗ്രാമിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ല. സംസാരിച്ചു വരാം. സാറേ, ആദ്യം നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഞാൻ സാറിനെ കാണിച്ചു തരാം. മാജിക് ഷോ ഉണ്ട്, മെഗാ ഷോ ഉണ്ട്, പിന്നെ ഗാനമേള ഉണ്ട്. കുറച്ചത്ര വരെ നമ്മുടെ കയ്യിലുണ്ട്. ആണോ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ 4 പേരുടെ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടല്ലേ, അവര് പ്രോഗ്രാം എങ്ങനെയാണ്? അയ്യോ, അവര് 4 പേര് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കലാഭവൻ പ്രചോദനാണെങ്കിൽ മെഗാ ഷോ ആണ് സാർ ചെയ്യുന്നത്. കൊടുത്താ പറമ്പ് കൈ എടുക്കോ? അറബിന്നൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് വിശ്വസിച്ച് കൊടുക്കല്ലേ? അങ്ങനെയല്ല സാറേ. പിന്നെ അതായത് പുള്ളിക്കാരൻ 2 സ്കിറ്റൊക്കെ നോക്കും. പറമ്പേറ്റെടുത്തോ ഇല്ലേ? പറമ്പേറ്റെടുത്തില്ലെങ്കിൽ 3ാമത്തെ സ്കിറ്റിന് മുമ്പ് പുള്ളിക്കാരൻ അങ്ങനെയാണല്ലേ? അതെ അതെ. അല്ല, നമ്മുടെ നസീർക്ക് എങ്ങനെയാണ്? നസീർക്ക് ആണെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. പുള്ളിക്കാരൻ ഈ സ്കിറ്റിനല്ല പൈസ മേടിക്കുന്നത്, എൻട്രിക്കാണ് സാറേ പൈസ മേടിക്കുന്നത്. അതായത് ഞാനും പുള്ളിക്കാരനോട് മെഗാ ചെയ്ത് അപ്പം 3 എൻട്രിയുടെ പൈസ കമ്മറ്റിക്കാരുടെ മേടിച്ചു കൊടുത്തു. അപ്പൊ പുള്ളി 3 സ്കിറ്റും തകർത്ത് കാണുമല്ലേ? അയ്യോ, നമ്മൾ ഉദ്ദേശിക്കുന്ന എൻട്രി അല്ല, പുള്ളിക്കാരൻ എൻട്രി. അതെവിടത്തെ എൻട്രി? കാറെ വന്ന അമ്പലത്തിൽ ഇറങ്ങിയത് ആദ്യത്തെ എൻട്രി, രണ്ടാമത് ഗ്രീൻ റൂമിലോട്ട് കയറിയത് 2ാമത്തെ എൻട്രി. അപ്പൊ ബാക്കിയുള്ളൊരു സ്കിറ്റ് എന്തായാലും പുള്ളി തകർത്തോണം, അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അവിടെ 6 സ്കിറ്റ് കളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തവൻ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോയി രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞു. അങ്ങനെ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടുകാരൻ കടിച്ചു 3ാമത്തെ എൻട്രി. അങ്ങനെ സ്റ്റേജിൽ കയറാതെ 3 എൻട്രിയുടെ പൈസ മേടിച്ചോണ്ട് പുള്ളിക്കാരൻ അങ്ങ് തലം കാര്യാക്കി. അപ്പൊ ഇതിനെല്ലാത്തിനും ചേർത്തുള്ള ഒരു എൻട്രി ആ അമ്പലത്തിൽ ഈ വർഷം കാണുമല്ലേ? അതിനുശേഷം ആ അമ്പലത്തിന്റെ നോട്ടീസ് ബോർഡിൽ എന്റെ ഫോട്ടോ വട്ടത്തിൽ ചുവന്നമാക്കി എഴുതിയിട്ട് പറഞ്ഞു, ഇവിടെ എൻട്രി ഇല്ല, പക്ഷെ എന്തോറി ഉണ്ടെന്ന്. അല്ല, ഇവിടത്തെ എല്ലാ പ്രോഗ്രാം ആങ്കറാണ് ഈ പുള്ളിയാണ് സാറ് ജീവല്ലേ ഉദ്ദേശിച്ചത്? നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇല്ലേ? അറിയാം, ആങ്കർ ആണല്ലോ. അപ്പൊ ഞാൻ ഐറ്റം 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തായിരുന്നു. പ്രോഗ്രാമിന്റെ അന്ന് എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുക, ഹലോ എനിക്ക് പനിയാ, വരാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളത്തൊണ്ട 2 ചുമ. ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ അവനും അവന്റെ പെണ്ണും പിള്ളേയും കൂടെ ഹോങ്കോങ്ങിൽ കിടന്ന് കലങ്ങുന്നത്. അങ്ങനത്തെ അവസ്ഥയല്ലായിരുന്നു. സാറിന് ഇവരെയൊക്കെ നേരിട്ട് അറിയാവോ സാറേ? എനിക്ക് എവിടെ നിന്നറിയാൻ? ഭാഗ്യം, ഞാൻ വിചാരിച്ചു സാറ് ഈ പറഞ്ഞതെല്ലാം ചെന്ന് അവരുടെ അടുത്ത് പറയുമെന്ന്. അയ്യോ, എനിക്ക് ആ സ്വഭാവം ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല സാറേ, ഞാൻ ഈ പറഞ്ഞെല്ലാം കൂടെ വെച്ച് ഫ്ലവേഴ്സ് ഒരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ചിരി കിട്ടുമോ? ചിരി കിട്ടിയില്ലെങ്കിലും അവസാനം പറഞ്ഞതിന് എല്ലാത്തിനും കൂടെ ചേർത്തുള്ള കമന്റ് കിട്ടും. കൊടുക്കട്ടാ? അല്ല, ഇത് എവിടെ ഒപ്പിച്ച്? ചെറുക്കന്റെ പിറന്നാളിന് പായസ കിറ്റ് മേടിച്ചില്ലേ? അതില് ബാക്കി വന്നതാ. ബാങ്ക് ആവശ്യത്തിന് കേറത്തില്ല. അല്ല, നീ എന്തൊരു നോക്കണം? അവർ പൊട്ടിച്ചപ്പോ സ്റ്റാപ്ലറിനെ പിന്നെ വീണായിരുന്നു. ഇനി എന്ത് ചെയ്യും? എടി, പുള്ളിക്കാരൻ അധികമൊന്നും തിന്നത്തില്ല.
കാശുകാരനല്ലേ, അപ്പൊ നമുക്ക് അങ്ങ് കൊടുത്തേക്കാം. അധികമൊന്നും തിന്നാത്തില്ലായിരിക്കും. ചൂട് പാല്. സാർ ഇതാ സാർ, കഴിക്ക് സാറേ. അംബികേ, സാറേ, അതായത് നമ്മുടെ കയ്യിലെല്ലാം അടിപൊളി ഗാനമേളയുണ്ട്. അതായത് 60,000 പാട്ട് സൗണ്ടും നല്ല ലൈറ്റും വെച്ചുള്ളത്. ആലപ്പുഴ ട്രിപ്പിൾ ബെഡ്സിനല്ല അടിപൊളി ഗാനമേള. അല്ല, ഈ ഗാനമേളയല്ലേ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ വെച്ച് പൊളിഞ്ഞത്? സാറേ, പൊളിഞ്ഞതല്ല, ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാ. എന്താ പത്തം? അതായത് നമ്മളെ മെയിൻ പാട്ടുകാരൻ ജാസിഖ് സാറിന്റെ ലജ്ജാവതിയെ ആ പാട്ട് പാടിയല്ലോ കത്തിക്കെറിക്കുന്ന സമയം നേരത്തേക്ക് പുറകിൽ ഒരു ലോഡ് കമ്മറ്റിക്കാര് കൈയും പൊക്കിയിട്ട് ഇങ്ങനെ അടിച്ച് നില്ല നില്ല. അത് കേട്ടത് നമ്മുടെ ഗായകൻ വിചാരിച്ച് ജാസിഖ് സാറിന് നില്ല നില്ലെന്നുള്ള പാട്ട് പാടാനായിരിക്കും നാട്ടെ ഒഴുകുന്നു തുടച്ചു കളയാണ്ട്. അന്നേരത്തേക്ക് അത് കേട്ട ആങ്കറുകാരൊക്കെ വിളിച്ചു. ആങ്കറുകാർക്ക് ഉടനെ അങ്ങ് വിളിച്ച് പറഞ്ഞത് എന്തോന്ന്, അടുത്തത് നമ്മുടെ ജാസിഖ് സാറിന്റെ നില്ല നില്ലെന്ന ഗാനമായി എത്തുന്നു സുധീഷ് കുണ്ട്ര. ആ പാട്ട് പാടിയതുമല്ല, ഒരു ലോഡ് കമ്മറ്റിക്കാർ ഇടിച്ചു കയറി അങ്ങോട്ട് സ്റ്റേജിലോട്ട് വന്നില്ലേ. ഡാൻസ് കളിക്കാനായിരിക്കും. ഡാൻസ് കളിക്കാനല്ല, പിന്നെ അവിടെ ആറാട്ട് വന്ന് അമ്പലത്തിൽ കയറുന്ന സമയമായിരുന്നു. അതൊന്ന് കുറച്ചാണ് നിർത്തി വെക്കാൻ പറഞ്ഞ ഈ ആങ്കർ ചേർക്കാൻ വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് സാറേ സംഭവം. അതായത് അങ്ങനെയാണ് പൊളിഞ്ഞത്. അല്ല, നിങ്ങൾ വെളിയിലല്ലേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോന്നോ? പുള്ളിക്കാരെ ആദ്യം ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജില, പിന്നെ ചെയ്ത് 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 കമ്മറ്റിക്കാര് വെളിയിലിറങ്ങി. പിന്നെ അവിടെയാ പരിപാടി. കമ്മറ്റിക്കാരാണ് മെയിൻ. അംബിക, അതല്ല ചോദിച്ചത്. ഗൾഫിലെ പ്രോഗ്രാം എല്ലാം ചെയ്തിട്ട് നാക്കേം ചത്തി എടുക്കണ്ടേ. അവള് ഒരു തമാശ പറഞ്ഞതാ സാറേ, തമാശ കേട്ടു. അതായത് നമ്മള് ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടായിരുന്നു. ചെറിയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കൈവിട്ടു പോയി സാറേ. അറിവിടെ കൊണ്ടുപോകട്ടെ, നമ്മള് വലിഞ്ഞു കയറിയൊക്കെ വരും. സാറേ, സാറിന് ഈ പ്രോഗ്രാം ഒന്നും വേണ്ടെങ്കിൽ ഗിന്നസ് പ്രൊജക്ടറിന്റെ അടിപൊളി പരിപാടിയുണ്ട്. കൊച്ചിൻ ഗിന്നസ് ആണോ? അയ്യോ, കൊച്ചിൻ ഗിന്നസ് അല്ല, വേൾഡ് റെക്കോർഡ് ഗിന്നസ് പ്രൊജക്ടറിന്റെ പരിപാടി ഉണ്ടെന്ന്. വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ സീസണിൽ എന്തായാലും കിട്ടും സാറേ, ഓപ്പിക്കും നമ്മള്. അതായത് ഞാൻ ഈ എല്ലാ പ്രോഗ്രാമും ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പൊ ഗാനമേള ആയിക്കോട്ടെ, ബാല ആയിക്കോട്ടെ, നാടകം ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും സാറേ. എങ്ങനെ സാധിക്കണോടോ തനിക്ക് ഇതൊക്കെ? ഓരോ വർഷം ഓരോന്ന് ചെയ്ത് പൊളിഞ്ഞാ പിന്നെ അതും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? എന്റെ അറിവിൽ ഇങ്ങനെ ഒരു മാർഗം കളിയും കൂടി ചെയ്യാവുള്ളൂ. അത് പെണ്ണുങ്ങൾ ചെയ്യണേണ്ട, അത് ചെയ്യാനും പറ്റത്തില്ല. ഒന്ന് വാ പത്താവോ. അത് സാറേ, അവള് തമാശ പറഞ്ഞത്. ഭയങ്കര തമാശക്കാരിയാണല്ലേ? തമാശ കൂടുന്നുണ്ട് ഈ ഒരു കോട്ടയം പറയാനാ. സാറേ, നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് എഗ്രിമെന്റ് എഴുതിയല്ലോ ഒന്ന്. അയ്യോ, ഞാൻ പ്രോഗ്രാം നോക്കാനൊന്നും അല്ല വന്നേ. പിന്നെ ഞങ്ങൾക്കറിയാലോ, ഞാൻ കുറെ കാലം അങ്ങ് ഗൾഫിലായിരുന്നു. അറിയാം. കടലൊഴിക്കോ തീരാത്തത്ര പണം ഉണ്ട്. റിപ്പീറ്റേഷൻ അടിക്കണ്ട പറ. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോഴേ നാട്ടിലെ ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങിയായിരുന്നു. അപ്പൊ എന്നെ നാടക ട്രൂപ്പിന്റെ ഈ വർഷത്തെ ആദ്യത്തെ നാടകം കാശിന്റെ കുന്തളി, അതിന്റെ ഓഫീസർക്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. നേരത്തെ പറഞ്ഞൂടാ, അതിനാണോ 4 മണിക്കൂർ നിന്റെ മുമ്പിൽ കിടന്ന് മെഗാ ഷോ കളിച്ച് കാണിച്ചത്? ഞാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നല്ലേ. നീ എന്തിനു പറഞ്ഞോ വന്നപ്പോ? ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഓ, പ്രോഗ്രാമിന്റെ ആവശ്യത്തിന്. നീ എവിടായിരുന്നു 30 വർഷം? ഗൾഫില്. 30 വർഷം ഗൾഫില്. കടലിൽ ഒഴിക്കാ പോലും തീരാത്തത്ര പണം. ഇതൊക്കെ ഉണ്ടായിട്ടാണോ പാവം പിടിച്ച എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ചെറുക്കന് പായസം ഉണ്ടാക്കാൻ പറ്റേക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസും സ്റ്റാപ്ലറിന്റെ പിന്നുൾപ്പെടെ അല്ലടാ നീ വെട്ടി പിടിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ ഷോ കാർഡ് വെച്ചിട്ട് പോ. ഞാൻ ആവശ്യമുള്ളപ്പോ നിന്നെ വിളിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രോഗ്രാം ഇല്ലാത്ത തീയതികൾ ഞാൻ ഇപ്പൊ പറയാം. ശിവരാത്രി ഒഴിവാണ്, അന്ന് എനിക്കൊരു പ്രോഗ്രാം തരണം. ബാക്കി എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടോ? അല്ല, അന്നെങ്കിലും എനിക്കൊരു പരിപാടി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കടലിൽ ഒഴിക്കാൻ തീരാത്തത്ര പണമല്ലേ? എന്നാ നീ അഡ്വാൻസ് തന്നിട്ട് പോ. എന്തായാലും ആദ്യത്തെ പരിപാടി പിടിക്കുമല്ലോ, ബുക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതിൽ നിന്ന് അഡ്വാൻസ് എടുത്തോ. പൈസ പിന്നെ കടലിൽ ഒഴിക്കാലും തീരാത്തത്ര പണം ഉണ്ടായിരുന്നു. കടലിൽ പണമല്ല ഒഴുകണ്ട, ലെവനെയാ ഒഴുകണ്ടേ. ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ എന്റെ ശിവരാത്രി? ശിവരാത്രി അല്ല, ഇനി നീ ഇവിടെ ഇന്ന് നിന്റെ അവസാന യാത്രയായിരിക്കും. എന്താ വേണോ? വേണം. എന്നെ തല്ലല്ലേ? എന്താ? എനിക്ക് പലവിധ രോഗങ്ങളുള്ളതാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.